ഹായ് വരദ. അങ്ങനെ 9ാം ക്ലാസ്സും കഴിയാറായില്ലേ? ഫൈനൽ എക്സാം അടുത്തില്ലേ? എന്തിനാ പേടിക്കണേ? ഇതുപോലെ ഇനി ഒട്ടേറെ എക്സാം എഴുതാൻ ഉള്ളതല്ലേ? ശരിയാണ് സർ. പക്ഷെ എനിക്ക് എക്സാമിനേക്കാൾ ടെൻഷൻ എക്സാമിന്റെ വാല്യുവേഷനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടാണ്. ഈ വാല്യുവേഷനും എല്ലാം കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത്? എനിക്ക് എന്തോ ഒരു വിശ്വാസക്കുറവുണ്ട്. വരദ ചോദിച്ചത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ അസസ്മെന്റിനൊക്കെ ധാരാളം ഇഷ്യൂസ് ഉണ്ടെന്നേ. ഈ അസസ്മെന്റ് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ സർ? ഉണ്ട് വരദ. ടീച്ചർ ആവാനൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അസസ്മെന്റിന് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. പ്രധാനമായിട്ട് വരുന്നത് കൊമേഴ്സ്യലൈസേഷനും അസസ്മെന്റ് ആണ്. പിന്നെ പുവർ ടെസ്റ്റ് ക്വാളിറ്റി, ഡൊമൈൻ ഡിപ്പെൻഡൻസി, മെഷർമെന്റ് ഇഷ്യൂസ്, സിസ്റ്റം ഇഷ്യൂസ് പറഞ്ഞ് കുറേ ടേംസ് ഉണ്ട്. അതൊക്കെ വലിയ ക്ലാസ്സിലെത്തിയാൽ മനസ്സിലാവും. പേര് കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെ ഇഷ്യൂസ് ആണെന്ന് മനസ്സിലായി. ഇന്നെല്ലാം കച്ചവടവൽക്കരിക്കുകയല്ലേ. അതുകൊണ്ടാ പറയുന്നത് കൊമേഴ്സ്യലൈസേഷൻ അസസ്മെന്റ് എന്ന്. അസസ്മെന്റ് അടക്കം കൊമേഴ്സ്യലൈസേഷൻ ചെയ്തിരിക്കുകയാണ്. എല്ലാം പൈസയ്ക്ക് വേണ്ടി നടത്തുന്നതാണിപ്പോൾ. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അസസ്മെന്റ് നേരിടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സിസ്റ്റം എല്ലാം മാറ്റി പുതിയ സിസ്റ്റം കൊണ്ടുവന്നൂടെ സർ? നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള മാറ്റങ്ങളും നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള റീഫോംസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഓൺലൈൻ അസസ്മെന്റ്, ഓപ്പൺ ബുക്ക് അസസ്മെന്റ്, ഓൺ ഡിമാൻഡ് അസസ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് അസസ്മെന്റ്, ഹോം ടെസ്റ്റ്, പെയ്ഡ് ടെസ്റ്റിംഗ് തുടങ്ങി പലതരത്തിലുള്ള മാറ്റങ്ങളും അസസ്മെന്റിൽ വരുത്തുന്നുണ്ട്. ആണല്ലേ? അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണല്ലേ സർ? അതെ, ഇത്തരത്തിലുള്ള അസസ്മെന്റ് ഇഷ്യൂസും റീഫോംസ് ഇൻ അസസ്മെന്റ് ഒക്കെ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. അതൊക്കെ BEd ക്ലാസ് പോലെയുള്ള വലിയ വലിയ ക്ലാസ്സുകളിലെത്തിയാൽ വരദയ്ക്ക് മനസ്സിലാവും. ഇപ്പോൾ നന്നായി പഠിക്കാൻ നോക്കൂട്ടോ. ഓക്കേ സർ.